ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പാട്ടുത്സവത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവർക്കും അറിയുമായിരിക്കും, നിലമ്പൂർ പാട്ടുത്സവം അടിപൊളി പരിപാടിയാണ് കേട്ടോ. എല്ലാ വർഷവും ഈ ഒരു ജനുവരി ടൈമിലൊക്കെയാണ് ഉണ്ടാവൽ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനും ഏട്ടനും നന്ദുവും ഉണ്ണിക്കുട്ടനും അച്ചയും സായുട്ടിയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു 7:30 ഒക്കെ ആയ സമയത്താണ് കേട്ടോ ഇറങ്ങുന്നത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും പുറത്തു പോയില്ലേ, അപ്പം ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങി. ജസ്റ്റ് നമ്മൾ പൂക്കോട്ടുംപാടൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ പോവാണേ. പാട്ടുത്സവത്തിന് പോവേ? സായുമ്മയ്ക്ക് അങ്ങനെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ പാട്ട് നിർബന്ധമാണ് കേട്ടോ. അവളെപ്പോഴും പറയാൻ പറ്റിയ രാമലീലയിലെ പാട്ടും പിന്നെ ഏത് മൂഡ്, ആ 2 പാട്ടൊക്കെയാണ് കേട്ടോ എപ്പോഴും വെച്ച് തരാൻ പറയുക. ഡാൻസൊക്കെ കളിക്കും നമ്മളങ്ങനെ. ഇന്നെന്തോ ഡാൻസ് കുറച്ച് കുറവാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ നിലമ്പൂർ യൂണിയനിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. സായു ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയാലോ. എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാമല്ലേ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് നടന്നതിന് ശേഷം നമ്മളിനി വീട്ടിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് സാധനങ്ങൾ കണ്ടു. ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഒരു സാധനം, സായുവിനൊരു കുഞ്ഞു ടോയ് എന്തോ വാങ്ങിച്ചു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പാവയും വാങ്ങിച്ചു. ഇത് വിൽക്കുന്ന ചേട്ടൻ്റെ വൈഫ് ഉണ്ടാക്കി കൊണ്ട് വന്നതാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ അത് വാങ്ങിച്ചു. നമുക്ക് എടുത്ത് വെക്കാം. നമുക്കത് വെക്കാനുള്ളൊരു സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാം. ഇവിടെ കണ്ടോ ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും കേട്ടോ. അങ്ങനെ നമുക്കും അങ്ങനെ ഒരു കുഞ്ഞുള്ളത് കൊണ്ടാവും പെട്ടെന്നൊരു ഫീൽ ചെയ്യും. അങ്ങനെ ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. സായുവിന് പിന്നെ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്നും കൂടി എടുത്ത് നോക്കലും തഴലും തലോടലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. പാവേനെ വല്ലാതെ കൊടുത്തിട്ടില്ല, കാരണം അതിലെല്ലാം പറിച്ചെടുക്കാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് മുപ്പത്തി വേഗം അത് പറിച്ചെടുക്കും. അതുകൊണ്ട് അത് മാത്രം മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.